ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ നല്ല മഴ ആയതുകൊണ്ട് തന്നെ എൻ്റെ ചെടിച്ചട്ടിയെല്ലാം കമന്നും വീണിട്ടുണ്ട്. എൻ്റെ പൂക്കളെല്ലാം ഒരു വാടിയ രീതിയിൽ നിൽക്കുവാണ്. സാധാരണ മഴ പെയ്യുമ്പോൾ എല്ലാം ഫ്രഷായിട്ട് നിൽക്കണം. ഇത് ആ മഴയുടെ ശക്തി കൊണ്ടായിരിക്കാം പൂവെല്ലാം അങ്ങ് കമന്ന് നിൽക്കുമായിരുന്നു. അപ്പം എൻ്റെ ഏകദേശം പണികളെല്ലാം ഇന്ന് രാവിലെ ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ. കാശി വിടാനുള്ളതെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ ബാക്കി വീഡിയോസൊക്കെ എടുക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ലേറ്റ് ആവുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അങ്ങനെ അവന് ലഞ്ചെല്ലാം ഞാൻ എടുത്ത് വെച്ചതിന് ശേഷമാണ് ഞാൻ അടുക്കളയിലോട്ട് പോയത്. അപ്പോഴത്തേക്ക് വണ്ടിയുടെ സൗണ്ട് കേട്ടപ്പോഴത്തേക്ക് ഓടി വന്ന് ഞാൻ ലഞ്ച് അടച്ച് വെച്ചിട്ട് അവനെ അങ്ങ് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ ചോദിക്കുന്നത് ബുക്കെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്, വെയിറ്റ് ഇല്ലല്ലോ ബാഗിനെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം അവർക്ക് റിവിഷൻ നടക്കുന്നതുകൊണ്ട് എല്ലാം ഒന്നും കൊണ്ടുപോകണ്ട, അവരുടെ പകുതിയെല്ലാം അവിടെ വാങ്ങിച്ചും വെച്ചേക്കുവാണ്. അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിട്ട് പിന്നെ ഞാനാണെങ്കിൽ കാപ്പിക്കുള്ളത് നോക്കാനായിട്ട് ഇങ്ങനെ വന്നു. കാശിക്ക് രാവിലെ ബ്രെഡും ചായയൊക്കെ കൊടുത്താണ് വിട്ടത്. അപ്പോൾ ഏട്ടന് ഉപ്പുമാവ് ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപ്പുമാവിനുള്ളതെല്ലാം അങ്ങ് അരിഞ്ഞു വെക്കുവാണ്. ഈ ചതച്ച് വെച്ചേക്കുന്നത് പയർ തോരനുള്ളതാണ്. പയർ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. വൻപയറാണ്, ബീൻസ് പയറാണ്. അത് കഴിഞ്ഞ് ഞാൻ തേങ്ങ തിരുമ്മുവാണ്. ഉപ്പുമാവിനുള്ളതാണ് തിരുമ്മിയത് കേട്ടോ. തോരനുള്ളത് ഞാൻ റെഡി ആക്കിയായിരുന്നു. അങ്ങനെ തോരൻ അങ്ങ് അടുപ്പയിലോട്ടായിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഉപ്പുമാവിനുള്ളതെല്ലാം നോക്കാൻ പോവാണ്. ഉപ്പുമാവൊന്നും വേണമെന്ന് പറയുന്നല്ല, ഇന്ന് എന്തോ പറ്റിയെന്ന് അറിയാൻ വയ്യ, ഉപ്പുമാവ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ക്യാരറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം അരിഞ്ഞിറക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് റവ എടുത്തുള്ളെങ്കിൽ പോലും ഞാൻ ക്യാരറ്റൊക്കെ തോനെ ഇടും കേട്ടോ. എനിക്കും ഇഷ്ടമാണ്. പിന്നെ പഞ്ചസാര അധികം ഇപ്പോൾ ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ അത് പഞ്ചസാര ഇട്ട് കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. ഉപ്പുമാവായാലും പുട്ടായാലും ഇടിയപ്പം ആണെങ്കിലും എന്ത് കറി ഉണ്ടാക്കിയാലും ഞാൻ പഞ്ചസാര ഇട്ടേ കഴിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഉപ്പുമാവ് കഴിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. പഞ്ചസാര ഇടാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ പയർ കഴിക്കാമെന്ന് കരുതി കേട്ടോ. കുറച്ച് പയർ ഞാൻ തോരനാക്കാത്ത വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് തേങ്ങാപ്പീരയൊക്കെ ഇട്ടിട്ട് അതെടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുവാണേ. അപ്പം നമ്മുടെ ആ സവാളയൊക്കെ വരണ്ട് വരുന്നുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് നമുക്കാണെങ്കിൽ മീൻ വറുക്കാനുള്ള അരപ്പ് വരട്ടാം. ഇന്നലെ തന്നെ ഞാൻ മീനെല്ലാം വറക്കാൻ വേണ്ടിയിട്ട് എല്ലാം വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ കറി വെച്ചു, വറക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നാണെങ്കിൽ ബാക്കി അങ്ങ് വറക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മുടെ ചുവപ്പും കോരയും ഉണ്ടായിരുന്നു. പിന്നെ വേറെ എന്തോ ഒരു മീനുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ പത്തനംതിട്ട ഒരു പേര് പറയും, കൊല്ലത്ത് ഒരു പേര് പറയും, മലപ്പുറത്ത് വേറൊരു പേര് പറയും. ഈ 3 പേരും എനിക്കിപ്പോൾ ഓർമ്മയില്ല കേട്ടോ. അപ്പം ആ പേരറിയാത്തൊരു മീനാണ് കേട്ടോ. തൊലിയൊക്കെ ഉരിച്ചെടുക്കേണ്ട ഒരു മീനായിരുന്നു. അപ്പോൾ ആ മീനെല്ലാം ഞാൻ അരപ്പ് പുരട്ടി വെച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഏട്ടൻ വന്നത്. ഏട്ടൻ വന്ന് ഇന്ന് എന്തൊക്കെയാണ് കറികളെന്നൊക്കെയാണ് നോക്കിയിട്ട് പോയത്. അപ്പോൾ പറഞ്ഞു 2 മുട്ടയും കൂടെ പുഴുങ്ങാൻ ഇടണേന്ന് പറഞ്ഞിട്ട് ഏട്ടൻ പോയിട്ടുണ്ട്. അപ്പോൾ ആ വഴി തന്നെ ഏട്ടൻ മുട്ട പുഴുങ്ങാൻ ഇട്ടിട്ടാണ് പോയത്. അപ്പോൾ ഇനിയിപ്പം കഴിക്കാൻ കൊടുക്കുമ്പോൾ മുട്ടയുടെ തോടൊക്കെ പൊളിച്ച് കൊടുത്താൽ മതിയല്ലോ. ഞാൻ പറഞ്ഞു ഞാനിവിടെ ജോലിയല്ലേ, ഏട്ടന് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ മുട്ട എന്തായാലും അപ്പുറത്ത് പുഴുങ്ങാൻ ഇട്ടിട്ടുണ്ട്. ആ സമയത്ത് ഞാനാണെങ്കിൽ മീൻ വറുക്കാനുള്ളതെല്ലാം അന്നേരം തന്നെ അങ്ങ് അടുപ്പിലാക്കിയിട്ടുണ്ടായിരുന്നേ. എന്നുവെച്ചാൽ എൻ്റെ ജോലിയെല്ലാം ഒതുങ്ങി കഴിഞ്ഞാൽ പിന്നെ എനിക്കിനി അടുക്കളയിലോട്ട് വരണ്ട. ശ്രീമോനെ നോക്കി അങ്ങ് ഇരുന്നാൽ മതിയല്ലോ. ശ്രീമോനാണെങ്കിൽ അങ്ങനെ അധികം ഉറങ്ങാറേ ഇല്ല പകല്. രാത്രി അല്ലെങ്കിൽ സന്ധ്യ ആവണം അവന് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അവനെ നമുക്ക് ഹാളിൽ ഇരുത്തിയിട്ട് നമ്മൾ അടുക്കളയിൽ നിൽക്കുന്നത് സേഫ് അല്ല. ഇവൻ ആ കസേരയുടെ മണ്ടയിലും ഡൈനിങ് ടേബിളിൻ്റെ മണ്ടയിലൊക്കെ വലിഞ്ഞ് കയറുവേ. അവന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ മുകളിലുണ്ടെന്നറിയാം. അതുകൊണ്ട് അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഏട്ടൻ പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ജോലികൾ ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉപ്പുമാവ് ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി അത് തത്തിപ്പൊത്തി വെച്ച് കുറച്ച് നേരം അത് ആവിയിലിരുന്ന് വേവട്ടെന്ന് കരുതിയേ. എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ കഴിക്കാൻ നേരം ഒന്ന് ചിക്കി ഞാനിങ്ങനെ എടുക്കത്തതേ ഉള്ളൂ. ഇതെനിക്ക് കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. പയറിൻ്റെ അത് തേങ്ങാപ്പീര ഇട്ട് എടുത്തേക്കുവാണ്. അപ്പോൾ ഉപ്പുമാവ് തിന്നുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പയറെടുത്തത്. അപ്പോൾ അതെടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ പാത്രങ്ങളെല്ലാം കഴുകാൻ പോവാണ്. അപ്പോൾ ഇതൊരു 2ാമത്തെ ട്രിപ്പ് പാത്രം കഴുകലാന്ന് തോന്നുന്നു. ഇന്നിപ്പോൾ ഈ ഇത്രയും സമയത്തിനിടയ്ക്ക് 2ാമത്തെയാണ്. ആദ്യത്തേത് ഞാൻ വീഡിയോ എടുത്തില്ല, ഇത് 2ാമത്തെ വട്ടം ഞാൻ പാത്രം കഴുകുന്നതാണ്. അപ്പോൾ ആ എടുത്ത പാത്രങ്ങളെല്ലാം ഞാൻ കഴുകിക്കൊണ്ട് വന്നപ്പോഴത്തേക്ക് ഏട്ടൻ മുട്ട പുഴുങ്ങിയത് റെഡി ആയിട്ടുണ്ട്. അതിപ്പോൾ പൊളിച്ചെടുക്കാനായിട്ട് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കളഞ്ഞിട്ട് ഇച്ചിരി പച്ചവെള്ളത്തിൽ ഒഴിച്ചിട്ടിരുന്ന് പെട്ടെന്ന് ഇളക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ഏട്ടനാണെങ്കിൽ ആ പച്ചവെള്ളത്തിലിട്ടിട്ട് മുട്ടയെടുത്ത് പൊളിച്ചുകൊണ്ട് നിൽക്കുവാണേ. മുട്ട രാവിലെ തിന്നേണ്ടത് കൊണ്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ ജോലി ആയത് കണ്ടതുകൊണ്ട് അതങ്ങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞെങ്കിൽ ഫുഡ് കഴിക്കാൻ അങ്ങ് തരാം, ചൂടോടെ കഴിക്കാമല്ലോ. അങ്ങനെ ഏട്ടനും ശ്രീമോനും കഴിക്കാനുള്ളത് എടുത്തുകൊണ്ട് കൊടുത്തു. പിന്നെ വെള്ളം എടുത്തുകൊണ്ട് കൊടുത്തു. ശ്രീമോൻ്റെ കോഫി ആയിരുന്നു കേട്ടോ അത്. അപ്പോൾ അവനത് കുടിച്ചില്ല. ഞാൻ പറഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദാഹിക്കുമ്പോൾ അങ്ങ് അറിയാതെ കുടിച്ചു പൊക്കോളൂ, അതുകൊണ്ട് അത് തന്നെ എടുത്ത് കൊടുക്കും, വെള്ളം കൊടുക്കണ്ടെന്ന് പറഞ്ഞ്. കുറച്ച് പാലെങ്കിലും ഉള്ളിൽ ചെല്ലട്ടെ. അവൻ എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ മാത്രമേ എനിക്കൊരു സമാധാനമുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ജോലി കഴിഞ്ഞ് അങ്ങോട്ട് ചെന്ന് ഇരിക്കുന്ന ഉടനെ അവന് പാല് വേണമെന്ന് പറഞ്ഞ് അവൻ കരയും കേട്ടോ. ഭയങ്കര നിർബന്ധം. അതുകൊണ്ട് ഞാൻ അവനെ ഇപ്പോൾ കഴിവത് എന്തെങ്കിലുമൊക്കെ കഴിപ്പിക്കാൻ നോക്കുന്നുണ്ട്. അങ്ങനെ അവർക്ക് കഴിക്കാനും കൊടുത്തിട്ട് ഞാനാണെങ്കിൽ നമ്മുടെ അടുക്കളയിലെ സ്ലാവെല്ലാം ഒന്ന് വൃത്തിയാക്കാമെന്ന് കരുതി. അവിടെയൊക്കെ ഒന്ന് മാറ്റി എല്ലാം തൂത്ത് തുടച്ച് ആ ബക്കറ്റൊക്കെ അവിടെ നിന്ന് അങ്ങ് മാറ്റാമെന്ന് കരുതി. ആ ബക്കറ്റിലിരിക്കുന്ന മൊത്തം പൊടികളാണ് കേട്ടോ. നമ്മുടെ ഇടിയപ്പപ്പൊടി, പുട്ടുപൊടി, പിന്നെ ഗോതമ്പ് പൊടി, അങ്ങനെയുള്ള പൊടി ഐറ്റംസ് മാത്രമേ അതിൻ്റെ അകത്തിലുള്ളൂ, റവയൊക്കെ. അപ്പോൾ അതെല്ലാം ഞാൻ ഇതെടുത്ത് എപ്പോഴും മാറ്റവും തിരിക്കൽ തന്നെ. അപ്പോൾ എപ്പോഴായാലും നമുക്കൊരു മാറ്റം എപ്പോഴും നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ
ഓർത്ത് ഇതെടുത്ത് ഇനി നമുക്ക് അപ്പുറത്ത് തന്നെ കൊണ്ടുവെക്കാം, പഴയ പോലെ ഇരുന്നിടത്ത് തന്നെ വെക്കാമെന്നും കരുതി ഇരിക്കുവാണ്. അവിടെ നിന്ന് എടുത്ത് ഇവിടെ കൊണ്ടുവച്ചതെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ കാണുമ്പോൾ നമ്മൾ തുറന്ന് നോക്കുക എന്തൊക്കെ സാധനങ്ങളുണ്ടെന്നുള്ളത്. അവിടെ ആകുമ്പോൾ അധികം ശ്രദ്ധിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ കൊണ്ടുവച്ചത്. അപ്പോൾ ഇവിടെ കൊണ്ടുവെക്കുമ്പോൾ എന്തോ ഒരു ഇതുപോലെ എനിക്ക് തോന്നി, അവിടെ എല്ലാം അടഞ്ഞിരിക്കുന്നത് പോലെ തോന്നി. അതുകൊണ്ട് അവിടെ വല്ല അങ്ങ് ക്ലീൻ ചെയ്യുവാണ്. ടൈലയിലൊക്കെ പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അല്ലാതെ നമ്മളവിടെ വെച്ച് പാചകമൊന്നും ചെയ്യാത്തത് കൊണ്ട് കറകളോ അല്ലെങ്കിൽ എണ്ണയോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഒരു ടിന്ന് നോക്കാനായിട്ട് ഞാൻ മണ്ടേ വലിഞ്ഞ് കയറിയതാണ്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച സാധനം എനിക്ക് അവിടെ നിന്ന് കിട്ടിയില്ല കേട്ടോ. അവിടെ തുടച്ചിട്ടേക്കുന്നതുകൊണ്ട് തന്നെ നല്ല തെന്നലുണ്ടായിരുന്നു. ഞാൻ പേടിച്ചാണ് നിന്നതും. അങ്ങനെ പിന്നെ മുകളിലൊക്കെ കയറി നോക്കിയപ്പോൾ ഒന്നും സാധനം കിട്ടിയില്ല. അങ്ങനെ പിന്നെ എനിക്ക് അടിയിൽ നിന്ന് ഒരെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അത് ഞാനാണെങ്കിൽ വേറെ ഒരു സാധനം ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ടിന്ന് നോക്കിയത്. അങ്ങനെ പിന്നെ നമ്മുടെ മിക്സിയെല്ലാം നമ്മൾ തുടച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇൻഡക്ഷൻ കുക്കർ ഞാൻ വെക്കുന്നത് എന്ന് വെച്ചിട്ട് മാറ്റി വെക്കാമെന്ന് കരുതി. ഇൻഡക്ഷൻ കുക്കറിൽ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ, ചായ ഇടുകയും മുട്ട പുഴുങ്ങാൻ വെക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ അതിങ്ങോട്ടൊന്ന് മാറ്റി വെച്ചേക്കാമെന്ന് കരുതി. അപ്പോൾ ഉപയോഗിക്കാതിരുന്നാൽ ഇതൊക്കെ നശിച്ചു പോകും കേട്ടോ. ഇതിപ്പം 5 വർഷം ആയെങ്കിലും എനിക്ക് ഇത് 3ാമത്തെ ഇൻഡക്ഷൻ കുക്കറാണ് എൻ്റേത്. ഈ വെള്ളമൊക്കെ തിളച്ച് വീണ് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ആദ്യമെല്ലാം ടച്ചായിരുന്നു. ഇപ്പോൾ ആണ് സ്വിച്ച് ഉള്ളത് വന്നത് കേട്ടോ. ഇതാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതുമാണ്. അപ്പം ഏട്ടൻ ഇങ്ങോട്ട് വന്ന് എന്തോ ഒരു തമാശ പറഞ്ഞു കേട്ടോ. തമാശ പറയുകയോ കളിയാക്കുകയോ ചെയ്തതിനാണ് ഞാൻ ചിരിച്ചുകൊണ്ട് അങ്ങ് ഏട്ടൻ്റെ പുറകെ പോയത്. പോയിട്ട് തിരിച്ച് വന്നിട്ടാണ് പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു പോകാനുള്ളത് നോക്ക്, കഴിച്ച് കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ റെഡി ആവാൻ നോക്കുന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ബാക്കി ചെയ്യുന്നത്. അപ്പോൾ സമയമൊന്നും ആയിട്ടില്ല. കാശി 8 മണിക്ക് പോയെങ്കിലും അത് കഴിഞ്ഞ് 9:30 ആകുമ്പോഴത്തേക്ക് ഏട്ടന് പോയാൽ മതി. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ എൻ്റെ ജോലികളെല്ലാം ഒതുക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവനെ ഇരുത്തിക്കൊണ്ട് തന്നെ വേണമെങ്കിലും നമുക്ക് ഹാള് തൂക്കാനും എടുക്കാനും എല്ലാം പറ്റുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇവിടുത്തെ അടുക്കളപ്പണി അങ്ങ് തീർക്കാമെന്ന് കരുതിയത്. എത്ര ചെയ്താലും തീരത്തില്ല. അത് വേറൊരു സത്യം. നമ്മൾ എത്ര ചെയ്താലും പിന്നെ വന്ന് നോക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് കാണും. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഏകദേശം എന്തായാലും അടുക്കളയിലെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ആ കബോർഡിനകത്തിലെ ടിന്നുകളൊന്നും എടുത്ത് ഞാൻ മാറ്റിയില്ല. അപ്പോൾ ഞാൻ കരുതിയ ചിങ്ങ ഒന്നിനൊക്കെ മുമ്പായിട്ടെല്ലാം ചെയ്യാം. അപ്പം സമയം വേണം, പിന്നെ ഏട്ടനും ഉണ്ടെങ്കിലേ നമുക്കിതൊക്കെ നടക്കത്തുള്ളൂ. ഞാൻ തന്നെ നിന്ന് കഴിഞ്ഞാൽ ഇതൊന്നും നടക്കത്തില്ല, അല്ലെങ്കിൽ ശ്രീമോൻ ഉറങ്ങണം. അതുകൊണ്ട് ഞാൻ എന്തായാലും നമ്മുടെ അടുക്കള നീറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഹാളിലോട്ട് പോവാം. തൂക്കണം, തുടപ്പില്ല കേട്ടോ, ഇന്നിപ്പോൾ തുടയ്ക്കുന്നില്ല, 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് തുടയ്ക്കണം. അപ്പം ചിലന്തിയിലൊക്കെ അടിക്കണേ. മിക്ക വീഡിയോയിൽ നിങ്ങൾ കാണുമല്ലോ, അപ്പോഴെല്ലാം ഞാൻ ചിലന്തിയില അടിക്കുന്നതാണ്. ഇപ്പോൾ ഈ 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ചിലന്തിയില ആവുന്നുണ്ട് കേട്ടോ. പെട്ടെന്നാണ് ചിലന്തിയില ആവുന്നത്. അതിനൊന്നും ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അത് ഞാൻ ചെയ്യുന്ന കാലം തൊട്ടേ ഇതെങ്ങനെ തന്നെയാണ്. അങ്ങനെ പിന്നെ ഞാൻ ചിലന്തിയിലെല്ലാം അടിക്കുകയും പൊടികളെല്ലാം തൂത്തു മാറ്റും എടുക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ഓർത്തത് ഒരു മാസ്ക് വെച്ചോണ്ടോ അല്ലെങ്കിൽ ഒരു തുണി കെട്ടിക്കൊണ്ടോ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ഞാൻ തുമ്മേണ്ട കാര്യം വരത്തില്ലല്ലോ. ഒരുപാട് തുമ്മുന്നുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് പൊടി അടിച്ചപ്പം ഇപ്പം ശരിക്കും പൊടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ തുമ്മുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ കരുതി എനിക്ക് ഒരു തുണി എടുത്ത് കെട്ടിയേക്കാം എന്ന് കരുതി. ഇപ്പം നിങ്ങളിത് സ്പീഡ് കാണുന്നുണ്ട്. ഞാനിത് സ്പീഡ് കൂട്ടിയിട്ടേക്കുവാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ സ്പീഡ് കാണുന്നത്. ഇത്രയും സ്പീഡൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ തുടപ്പ് വന്നപ്പോഴത്തേക്ക് ഞാനാണെങ്കിൽ ഒരു തുണി എടുത്ത് കെട്ടിയിട്ടുണ്ടായിരുന്നു മുഖത്ത്. ഞാൻ ടവലൊന്നും നോക്കിയിട്ട് കണ്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു വെള്ള തുണിയാണ് എടുത്ത് കെട്ടിയത്. അത് കഴിഞ്ഞ് നമ്മുടെ മാറ്റൊക്കെ എടുത്ത് കുടഞ്ഞു ഇരിക്കുകയാണ്. അത് കുടയുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ മൂക്കിലോട്ട് ശരിക്കും പൊടികളെല്ലാം കയറും. എന്നുവെച്ചാൽ ഈ മണ്ണല്ലേ, നല്ല കടപ്പുറത്തെ മണ്ണാണ് നമ്മുടെ ഈ മുറ്റത്തെല്ലാം ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ ആ പൊടിമണ്ണായതുകൊണ്ട് തന്നെ നമ്മളിങ്ങോട്ട് ചവിട്ടി കയറുമ്പോഴത്തേക്ക് ആ മാറ്റം എല്ലാം ചവിട്ടി അകത്ത് വരെ ചവിട്ടി കയറ്റും. ചെരുപ്പൊന്നും കൊണ്ട് മാറ്റലിടരുതെന്ന് പറഞ്ഞാൽ അച്ഛനും മക്കളും കേൾക്കത്തില്ല. ആ കുരുപ്പ് സഹിതം അങ്ങനെ തന്നെ ചെയ്യത്തുള്ളൂ. എനിക്ക് ഏത് സമയം അലയ്ക്കാനേ സമയം കാണത്തുള്ളൂ കേട്ടോ. നമ്മൾ പറഞ്ഞ് കുഴയും. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഇപ്പം തന്നെ കണ്ടില്ലേ, ഞാൻ ആ കുടഞ്ഞ് വിരിച്ചപ്പോൾ വന്നൊന്ന് ചവിട്ടി നോക്കിയതാ. എന്തുവാന്ന് എനിക്കറിയാൻ വയ്യ ഇവനീ കാണിക്കുന്നതൊക്കെ. അടങ്ങി അവിടെ ഇരുന്ന് TV കണ്ടുകൊണ്ടിരുന്നവനാണ്. അപ്പം എന്തോ 2 എണ്ണം വേണമെന്നാണ് വന്ന് പറയുന്നത്. എന്തൊരു സാധനം വേണമെങ്കിലും 2 എണ്ണം വേണം. ഐസ്ക്രീം വേണം, അന്നേരം 2 എണ്ണം വേണം. TV അല്ല കേട്ടോ കണ്ടുകൊണ്ടിരുന്നത്, അവിടെ എന്തോ കളിച്ചുകൊണ്ടിരുന്നതെന്തോ ആയിരുന്നു. അങ്ങനെ ഞാനാണെങ്കിൽ മിറ്റവും നമ്മുടെ സിറ്റൗട്ടും ഒക്കെ തൂത്ത് അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ റൂമിലോട്ട് വന്നു. റൂമിലധികം കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ. എന്ന് വെച്ചാൽ അധികം ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. പകൽ മാത്രം കുഞ്ഞ് ഉറങ്ങുവാണെങ്കിൽ കൊണ്ട് ഞാൻ ഈ കട്ടിലെ കിടത്തും എന്നുള്ളതല്ലാതെ നമ്മൾ ഈ കട്ടിലിൽ കിടക്കുന്നോ എടുക്കുന്നോ ഒന്നുമില്ല. പിന്നെ ആണെങ്കിൽ ഡ്രസ്സുകളൊക്കെ എടുക്കാനും പിടിക്കാനും മടക്കി വെക്കാനും ഒക്കെ ആയിട്ട് വരുമെന്നുള്ളതല്ലാതെ വേറെ ഒന്നും നമ്മളിത് ചെയ്യുന്നില്ല. പിന്നെ ജനലിൻ്റെ അവിടെയൊക്കെ പൊടി ഉണ്ടായിരുന്നു. അതൊക്കെ ഞാനാണെങ്കിൽ കർട്ടൻ മാറ്റിയിട്ട് ഞാൻ തൂത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ പൊടി ഉണ്ടായിരുന്നു. ഈ ചിലന്തി വലയാണ് മെയിൻ. പൊടി എന്ന് പറയുന്നത് ചിലന്തി വലയാണ്. അത് അടിക്കുമ്പോഴത്തേക്ക് പൊടി പോലെ വരുമല്ലോ. അങ്ങനെ ഹാളെല്ലാം നമ്മുടെ റൂമും തൂത്തിറക്കി. പിന്നെ നമ്മൾ ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് തുടയ്ക്കണം. അത് ഇപ്പോൾ രാവിലെ ഫുഡ് കഴിച്ചതിൻ്റെ കുറച്ച് പൊടികളും വേസ്റ്റുകളും ഒക്കെ കിടക്കുമല്ലോ, എല്ലാം പറക്കിയെങ്കിൽ ആ ഒരു പാട് അതുപോലെ അവിടെ നിൽക്കും. അതുകൊണ്ടാണ് മൊത്തത്തിൽ ഞാനങ്ങ് തുടയ്ക്കുന്നത്. മൊത്തത്തിൽ തുടച്ചാലേ ആ ഒരു നീറ്റായിട്ട് കിടക്കത്തുള്ളൂ കേട്ടോ.
അപ്പോൾ അവിടെ കസേര ഇരിക്കുന്ന കാശിയുടെ ട്യൂഷന് കൊണ്ടുവന്ന ബാഗും ഏട്ടൻ്റെ ബാഗും ഒക്കെയാണ്. ഏട്ടൻ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ ഇരുന്നാണ് എല്ലാം ചെയ്യുന്നത്. മുകളിലാണെങ്കിൽ ഒരു മേശ വെച്ച് കൊടുത്തിട്ടുണ്ട്, താഴെ റൂമിലൊരു മേശ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും അവിടെ ഇരുന്ന് എഴുതത്തതും എടുക്കത്തതും ഇല്ല. അവർ ഡൈനിങ് ടേബിളിൽ തന്നെ വന്നിരുന്ന് എഴുതും. അപ്പോൾ ഏട്ടൻ എപ്പോഴും പറയും ഏട്ടൻ ഒരു ഓഫീസ് റൂം പോലെ സെറ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ എന്തിനാ, അത് റൂം സെറ്റ് ചെയ്താൽ അതുപോലെ അവിടെ ഇരിക്കത്തതേ ഉള്ളൂ, ഏട്ടൻ ഡൈനിങ് ടേബിളിൽ തന്നെ വന്നിരുന്ന് എഴുതത്തുള്ളൂ. ആ കാര്യം എനിക്കറിയാം. കാശിയാണെങ്കിൽ സ്റ്റഡി ടേബിൾ വേണമെന്ന് പറയാൻ, ഇപ്പോൾ കാശിക്ക് അത് ചെറുതായി. കാശി എനിക്ക് തോന്നുന്നു LKG UKG പഠിക്കുന്ന സമയത്ത് അമ്മ വാങ്ങിച്ചു കൊടുത്താണ് കേട്ടോ, മിനിയമ്മ വാങ്ങിച്ചു കൊടുക്കുന്നതായിരുന്നു ആ ഡൈനിങ് ടേബിളല്ല, സ്റ്റഡി ടേബിൾ. നമ്മുടെ ലച്ചുവിനും കാശിക്കും ഒരുപോലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ മയൂരി നിന്നാണ് വാങ്ങിച്ചത്. അതിപ്പോൾ അങ്ങ് ചെറുതായി. ഇനിയിപ്പോൾ അത് ശ്രീമോൻ ഉപയോഗിക്കുക, അതുകൊണ്ട് നമുക്കത് അവിടെ വെച്ചേക്കാം. കാശിക്ക് എന്തുമായാലും അങ്ങനെ ഇരുന്ന് പഠിക്കാറാകുമ്പോഴത്തേക്ക് ഒരു റൂമിലോട്ടൊക്കെ തന്നെ കിടക്കാറൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ കരുതി നല്ല ഒരെണ്ണം വാങ്ങിക്കാമെന്ന്. ഇപ്പം വാങ്ങിച്ചിട്ടും കാര്യമില്ല, അവൻ അങ്ങനെ തന്നെ റൂമിൽ കിടക്കത്തതോ അല്ലെങ്കിൽ ഒരു റൂമിൽ തന്നെ ഇരുന്ന് പഠിക്കത്തതോ അങ്ങനെയുള്ള ഒന്നുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പം അതിൻ്റെ ആവശ്യമില്ല, വെറുതെ സ്ഥലം കളയാന്നുള്ളതല്ലാതെ പൊടി എടുപ്പിച്ച് അതും കൂടെ എനിക്ക് മെനക്കേടാവും, തുടയ്ക്കലും തൂക്കലും ഒക്കെ തന്നെ. അതുകൊണ്ട് ഞാനതൊന്നും ഇപ്പോഴേ വാങ്ങിക്കുന്നില്ല, 1-2 വർഷം കൂടെ കഴിയട്ടെ എന്നിട്ട് വാങ്ങിക്കാമെന്നൊക്കെയാണ് എൻ്റെ വിചാരം. അപ്പോഴേക്കും കഥകളൊക്കെ പറഞ്ഞിരുന്നപ്പോഴത്തേക്ക് എന്തായാലും അടുക്കള വരെ തൂത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ തൂത്തെല്ലാം വാരി പ്ലാസ്റ്റിക് എല്ലാം വേറെ വെച്ച്, പേപ്പറും അല്ലാത്ത പൊടികളെല്ലാം വേറെ വെച്ച്, അതിനെയും വൈകിട്ടേ കത്തിക്കത്തുള്ളൂ കേട്ടോ മുറ്റം തൂക്കുന്ന സമയത്ത്. അങ്ങനെ ഞാനാണെങ്കിൽ അടുക്കളയിൽ നിന്ന് കയറി എൻ്റെ ഏകദേശം എല്ലാ പണികളും അവസാനിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് തുണിയൊന്നും കഴുകുന്നില്ലാത്തത് കൊണ്ട് തന്നെ മുകളിലോട്ട് കയറി പോകേണ്ട കാര്യമില്ല ഇനി. അപ്പോൾ ഞാൻ TV ഒക്കെ വെച്ചു, ഇനി ഫുഡ് കഴിക്കാനായിട്ട് എടുത്തു നോക്കണം. അപ്പോൾ ഞാനിവിടെ എല്ലാം തൂത്തും തുടച്ചും പോയതാണേ. അപ്പോഴത്തേക്ക് ഒരു പ്ലേറ്റും, ആപ്പിൾ തന്ന പ്ലേറ്റാണ്, പ്ലേറ്റും ഗ്ലാസ്സും ഒക്കെ അവിടെ നിരന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പയറെടുത്തുകൊണ്ട് വന്നപ്പോൾ ശ്രീമോന് ഇച്ചിരി പയറൊക്കെ കൊടുത്ത് ഇച്ചിരി കഞ്ഞി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് സമയം കഴിഞ്ഞ് അവന് കൊടുക്കാനായിട്ട്. ഉപ്പുമാവ് കുറച്ചേ കഴിച്ചിട്ടുള്ളായിരുന്നു. അങ്ങനെ ഇച്ചിരി പയറും ഒക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ TV ഒക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ്. ഇനിയിപ്പോൾ TV ഒക്കെ കണ്ട് ഞങ്ങളിങ്ങനെ ഇരിക്കും, അല്ലാതെ വേറെ ഒരു പണിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ ബൈ ബൈ, സീ യു.